ഗൈസ്, ഇപ്പം ഞാൻ കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ ബാക്ക് ടു വ്ലോഗ് വന്നേ. ഓഫീസ് ടൈം കഴിഞ്ഞ് നമുക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഞാനിപ്പോൾ ഓഫീസിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെത്തി. ഞാനിപ്പോൾ നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ നേരെ വീട്ടിൽ പോവുക. വീട്ടിൽ പോയിട്ട് അവിടെ കുറേ വർക്ക്സ് ഉണ്ട്, അതെല്ലാം ചെയ്യുക. അങ്ങനെ ഗൈസ് നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങാന്ന്. അപ്പോൾ ഇത് ഫുൾ ആക്റ്റീവായിട്ടൊരു വ്ളോഗാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. കോൺവേഴ്സ് കൊടുക്കണം എന്നൊക്കെ ഉണ്ട്, ബട്ട് ഞാൻ ഒറ്റക്കായതുകൊണ്ട് ഞാനെപ്പോൾ ഒറ്റക്കായാലും എനിക്കൊരു കോൺഫിഡൻസ് കിട്ടൂല. അധികം എനിക്ക് കോൺഫിഡൻസ് കിട്ടുന്നത് ഒപ്പരൻ്റെ ഏച്ചി ഉണ്ടാകുമ്പോൾ. ഇന്ന് ഓളില്ലാത്തതുകൊണ്ട് എനിക്ക് തീരെ കോൺഫിഡൻസ് പോരാ. എൻ്റെ ഡ്യൂട്ടി ടൈമിംഗ് എന്ന് പറഞ്ഞാൽ 8 to 5 ആണ്. അപ്പോൾ എക്സാക്ട്ലി 5-ന് തന്നെ എനിക്ക് ഇറങ്ങാം. സംടൈംസ് സീനിയർ ഒന്നും ഇല്ലാത്ത ടൈമിലാണെങ്കിൽ ഞാൻ ഇരിക്കും. ഞാൻ 5 കഴിഞ്ഞിട്ട് 6, 7 ഒക്കെ ഇരിക്കും. അങ്ങനെ ഇപ്പം വെക്കേഷനൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും ബാക്ക് ടു ഓഫീസ് ആയതിനു ശേഷം എനിക്ക് എൻ്റെ ടൈം കറക്റ്റ് 6 അല്ല 5-ന് ഞാൻ ഇറങ്ങും. പിന്നെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഈ കാണുന്നതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് മിറർ സ്പോട്ടാണിത്. എപ്പോഴും എനിക്ക് ഇവിടെ എത്തുമ്പം എന്നെ ഒന്ന് നോക്കിയാൽ എനിക്ക് വേറെ തന്നെ ഒരു സപ്പോർട്ട്, എന്താ പറയുക, കോൺഫിഡൻസ് ആണ്. അങ്ങനെ ഗായ്സ് നമ്മൾ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമെന്ന്. എനിക്കെൻ്റെ വീട്ടിലേക്ക് അറൗണ്ട് ഒരു 10 to 15 minutes വാക്ക്. 15 minutes വാക്കൊന്നുമില്ല, ഒരു 5 minutes വാക്കേ ഉള്ളൂ. പക്ഷെ ഞാൻ എൻ്റെ നടത്തത്തിന് ഞാനത് 15 ആക്കി എടുക്കും. രാവിലെ ആണെങ്കിൽ ഞാനൊരു 4 to 5 minutes കൊണ്ട് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് എത്തും. പക്ഷെ തിരിച്ചു പോകുമ്പോൾ എന്തായാലും ലേറ്റ് ആവും. ഇന്നിപ്പോൾ വ്ളോഗും കൂടി ഉള്ളതുകൊണ്ട് പിന്നെ ചോദിക്കണ്ട, 100% ഷുവറാണ് ഒരു 10 minutes എന്തായാലും എടുക്കും. പിന്നെ ഇന്നിപ്പം ഓഫീസിലേക്ക് ഇറങ്ങാൻ തന്നെ ഇറ്റ് വാസ് ഓൾമോസ്റ്റ് 8:30. ഇന്ന് എന്താണെന്ന് പറഞ്ഞാൽ വീട്ടിൽ റൂമിലെല്ലാവരും എണീക്കാൻ തന്നെ വളരെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിനി. 7:45 സംതിങ് ആണ് നീതു എന്നെ വിളിച്ചിട്ട് എടി പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ എനിക്ക് എണീക്കേണ്ട ഒരു ഓർമ്മ വന്നത്. ആൻഡ് ലൈക്ക് എവറിത്തിങ് വാസ് ലൈക്ക് ഓൾ ഓഫ് സഡൻ എന്ന് പറയുന്ന പോലെ എല്ലാം ഭയങ്കര ചടപടയും ചെയ്ത് അങ്ങനെ ചെയ്ത് ഞാൻ ഓഫീസിലേക്ക് എത്തുമ്പോൾ തന്നെ 8:30 ആയിട്ടുണ്ടായിരുന്നു. സോ ഐ തോട്ട് ലൈക്ക് ഐ വിൽ ബി കമ്മിങ് ഔട്ട് ടുഡേ അറൗണ്ട് 5:30. അപ്പോൾ എന്തായാലും 5:30 ആയില്ല. അപ്പോൾ സാറിൽ നിന്ന് 5-ന് തന്നെ വിട്ട്. അല്ലെങ്കിൽ ഞാൻ 8:30 പോയ ടൈമിൽ എന്നോട് 5:30 ഓക്കെയാണ് സാർ എന്നോട് പുറത്ത് അല്ലാതെ ഇന്നത്തെ കഴിഞ്ഞെന്ന് പറഞ്ഞൊരു ടൈം. ബട്ട് ടുഡേ ഐ ഗോട്ട് ബാക്ക് അറ്റ് 5 o'clock. പിന്നെ ഇപ്പം എന്താണ് ഇന്ന് ട്യൂസ്ഡേ ആണല്ലോ. ട്യൂസ്ഡേയാണ്, വെനസ്ഡേയും തേഴ്സ്ഡേയും. ഈ വീക്ക് ഞാൻ അജ്മാനിലേക്ക് പോകുന്നത് ഡൗട്ടാണ്. ബിക്കോസ് ആസ് ഐ എം ഷിഫ്റ്റിംഗ് ലൈക്ക് മൈ ജോബ്, എൻ്റെ ജോബ് ചേഞ്ചസിന് ഞാൻ നോക്കുന്നത് കൊണ്ട് ഞാൻ ഫ്രൈഡേ ലൈക്ക് ഐ എം ട്രൈങ് ടു ഗെറ്റ് ആൻ ഇൻ്റർവ്യൂ. സോ ഐ വോണ്ട് ബി മൂവിങ് ബാക്ക് ടു അജ്മാൻ. ലൈക്ക് ഈ ഫ്രൈഡേ ഞാൻ എന്തായാലും അജ്മാനിലേക്ക് പോകില്ല. ഈ ഫ്രൈഡേ ഞാനിന്ന് ഇവിടെ തന്നെ എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. ബട്ട് സംടൈംസ് എന്താ പറയുകയെന്ന് പറഞ്ഞാൽ എൻ്റെ അതൊരു സഡൻ പ്ലാൻ ആയിരിക്കും. കാരണം തേഴ്സ്ഡേ ഈവനിങ് ആയിക്കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ടേക്ക് പോകേണ്ട ഒരു തീവ്രത എന്തായാലും പറയാം, അങ്ങോട്ടേക്ക് പോകേണ്ട ഒരു എക്സൈറ്റിലായിരിക്കും ഞാൻ. അങ്ങനെ എനിവേയ്സ് ഞാൻ ഈ ഒരു തേഴ്സ്ഡേ പോകാതിരിക്കാൻ നോക്കുന്നുണ്ട്. ബിക്കോസ് ഓണമൊക്കെ വരാനില്ലതല്ലോ. ഓണമൊക്കെ വരുമ്പോൾ ഞാൻ എന്തായാലും ഒരു 2 days എക്സ്ട്രാ ലീവും കൂടി എടുക്കുന്നതായിരിക്കും. സോ ഐ വിൽ ബി വിത്ത് ദം അറൗണ്ട് 3 days ഓണം വന്നു കഴിഞ്ഞാൽ. അങ്ങനെ ഗൈസ് ഇവിടെ നല്ല കിഡിലും റേഞ്ച് റോവറൊക്കെ നിർത്തിയിട്ടുണ്ട്. പൊതുവെ എൻ്റെ വീടിൻ്റെ മുന്നിൽ ഈ വണ്ടിയൊന്നല്ല, ഇതിനും നല്ല ഹൈ റേഞ്ച് വണ്ടിയൊക്കെ നിർത്തുന്നതാണ്. ഇന്നെന്താണെന്നറിയില്ല, ഞാൻ വ്ളോഗ് എടുക്കുന്ന ദിവസം ഞാൻ വണ്ടിയൊന്നും ഞാൻ കാണാറുമില്ല. വ്ളോഗ് എടുക്കാത്ത ദിവസം ഞാൻ എല്ലാതരം വണ്ടികളും എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കാണും. റോൾസ് റോയ്സ് ഒക്കെ ഓഫീസിൻ്റെ ലിഫ്റ്റിൻ്റെ അത്ര ഫാസ്റ്റ് അല്ല എടുത്ത ലിഫ്റ്റ്. ഇത് കുറച്ച് സ്ലോ ആണ്. ഇത് നല്ല എത്തൂലോ. വ്ളോഗ് എടുത്തോണ്ടാന്ന് അറിയില്ല, എൻ്റെ ലിഫ്റ്റ് പെട്ടെന്ന് എത്തിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ നേരെ നമ്മളെ റൂമിലേക്ക് പോകുന്നു. വീടൊക്കെ അടച്ചിട്ടിട്ടാണുള്ളത്. എൻ്റെ റൂമിൽ ഞാനാണ് ഫസ്റ്റ് എത്തല്. ബിക്കോസ് ഞാനാണ് ഫസ്റ്റ് പോകുന്നത്. അല്ല, ഞാനും നീതും ഒരേ ടൈമിനാണ് പോകുന്നത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഓക്ക് 9 o'clock-നാണ്. 9 o'clock മീൻസ് ഓക്ക് 8 o'clock ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവള് 9 o'clock-ന് എത്തൂലോ. നമ്മൾ അലീഷ ഒന്നും പോയിട്ടില്ല ഗൈസ്. അലീഷക്ക് ഇന്ന് അസുഖമാണ്. എടി എന്തുണ്ട്, കുറവുണ്ടോ? അങ്ങനെ ഗൈസ് ആടിപ്പാടി ബാക്ക് ടു മൈ പാലസ്. ആടിപ്പാടി നല്ല ഞാൻ എൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നത്. പിന്നെ ഈ വൈകെല്ലാം നിങ്ങൾ കണ്ടാൽ തന്നെ ആയിരിക്കും അല്ലേ. ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് എന്തെല്ലാം കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ബാക്കിയുള്ള വ്ളോഗ്സ് എടുത്തിട്ട് കാണാൻ മറക്കരുത് ഗൈസ്. അപ്പോൾ പിന്നെ റൂമിലത്തെ വ്ളോഗ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ റൂമിൽ ശരിക്കും ഞാൻ വൈബാക്കാൻ വിചാരിച്ചതാണ്. അവരെല്ലാം വന്നു കഴിഞ്ഞാൽ എന്തായാലും വൈബാവും.
അവർ വന്നിട്ട് ഞാൻ ബാക്കിയുള്ള വ്ളോഗ്സ് റൂമിൽ നിന്ന് കാണിച്ചു തരാം. അലീഷ വന്നിട്ടും നീതു വന്നിട്ടും ബാക്കിയുള്ള വ്ളോഗ്സ് കാണിച്ചു തരാം. റൂമിലിപ്പം എൻ്റെ ലിഫ്റ്റ് കയറുന്നു. അലീഷൊക്കെ വർക്കൗട്ട് ചെയ്തിട്ട് എന്താണെന്നറിയില്ല. ഞാൻ വിചാരിച്ചു നീന്ന് പോയത് എന്താ കെട്ടൊക്കെ കെട്ടിയാണ്ട്. എന്നിട്ട് ആരാ കെട്ടി തന്നെ കെട്ടിയോ? ഓക്കെ. അലീഷക്ക് വർക്കൗട്ടിന് പോയിട്ട്. അപ്പോൾ ഗൈസ് എല്ലാവരും വർക്കൗട്ടിന് പോകുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങളെ കൊണ്ട് ആവുന്നത് മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ട്രെയിനർ 20 ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും 20 ചെയ്യരുത്. നീ പോന്നോ? ആരാ പറഞ്ഞേ? നീ വിളിച്ചോ? ഓക്കെ. നമ്പർ ഉണ്ടേക്കണ? ഇന്നലെ നീ വിളിച്ച ഞാൻ എന്റെ നാട്ടിലുള്ളവർക്ക് മെസ്സേജ് അപ്പൊ അവർ റിപ്ലൈ തന്നിട്ടില്ല. അതല്ല അവരില്ല, അവര് വർക്കിലെല്ലായിരിക്കും. അപ്പൊ ഞാൻ എന്തിപ്പോ ചെയ്യാൻ, എനിക്ക് എണീക്കാൻ പറ്റില്ല. പിന്നെ ഓരോ വിളിച്ചപ്പോ നീ ടെൻഷൻ അടിക്കില്ല, ടെൻഷൻ അടിച്ചിട്ടാണ് അങ്ങനെ പ്രശ്നം, ഇത് ഇങ്ങനെ വേദന വരണത്, നീ പിന്നെ കിടന്നിട്ടുള്ള ചെയ്യാൻ പറ്റും. അപ്പൊ ആള് പറഞ്ഞു അത് പയ്യെ വന്ന് വർക്കൗട്ട് ചെയ്തോ, പനി ഉണ്ടെങ്കിൽ വരണ്ട, അല്ലെങ്കിൽ വന്ന് ചെയ്തപ്പോ പൊക്കോളും, ആ ഒന്ന് ട്രെഡ്മില്ലൊക്കെ ചെയ്യുമ്പോ പൊയ്ക്കോളും. നമുക്ക് ഒരുമിച്ച് പോവാം. ഞാൻ പിന്നെ എടുത്ത് പോകാന്ന് ചോദിച്ചു പണിയാണ്. അങ്ങനെ ഗൈസ്, അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ പറ്റാത്ത പണിക്ക് പോയരുത്. 20 വർക്കൗട്ട് 20 കൗണ്ട് എന്ന് പറഞ്ഞാൽ 20 ചെയ്യാൻ പാടുള്ളൂ, 30 ചെയ്യരുത്. പിന്നെ ട്രെയിനർക്ക് ഭാഗമുണ്ട് പറയാം, ഇത് മനുഷ്യനാണ്, നമ്മളെ ശരീരമാണ് അനങ്ങി ചെയ്തത്. എന്നോട് 10 പറഞ്ഞാൽ ഞാൻ 5 ഗൈസ് ചെയ്യുള്ളൂ. നീ എങ്ങോട്ടാ? ഇവള് ഒരുപാട് നമ്മളെ അമ്മേനെ പോലെ ഗൈസ്. ബെഡ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ ശരിക്കും മൊത്തം വീട്ടില് ഇല്ലാത്ത പണിയും കൂടെ അലീഷക്ക് എപ്പ ഉണ്ടാവും എന്ന് പറഞ്ഞാല് ബെഡ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞത്. അപ്പം ഇന്നിപ്പം അലീഷ വീട്ടിലുണ്ടായോണ്ട് there is something extra blush on my face. അത് വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞാൽ ഭയങ്കര ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ എനിക്ക് വീട്ടിൽ അമ്മ ചേച്ചി അച്ഛൻ ആരെങ്കിലും ഉണ്ടാവുന്നത് ദാറ്റ് ബ്രിങ്സ് എ ഹ്യൂജ് ഡിഫറൻസ് ഇൻ മൈ ലൈക്ക് എന്താ പറയുക, എൻ്റെ ലൈഫിൽ തന്നെ അത് ഭയങ്കര ഡിഫറൻസ് എനിക്ക് കൊണ്ടുതരും. അതിന് അച്ഛനും അമ്മ ചേച്ചി തന്നെ വേണമെന്നൊന്നുമില്ല. എനിക്കതെൻ്റെ കസിൻ ആയിക്കോട്ടെ. ഇപ്പോൾ ഞാൻ ബാംഗ്ലൂർ ഉണ്ടായ സമയത്ത് എനിക്ക് പ്രതുവായിരുന്നു. ഞാൻ എന്നും റൂമിലേക്ക് കയറി പോകുമ്പോൾ ലൈക്ക് ഷീൽ ബി ദെയർ. അപ്പം അത് നമുക്ക് ലൈക്ക് it brings an extra smile or it brings an extra energy to me. അങ്ങനെ പറയുമ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇവിടെ ഉണ്ടാവുന്നത് ഒരു എക്സ്ട്രാ ഹാപ്പിനെസ് തന്നെയാണ്. അതിപ്പം ഞാൻ ഇത്രയും കാലം എൻ്റെ ഒരു ബാച്ചിലർ ലൈഫിൽ ഞാനിപ്പോൾ ബാംഗ്ലൂർ ആയാലും ഒറ്റക്ക് തന്നെ നിന്നിട്ടുണ്ടായ കുറേ ടൈം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ദുബായിൽ വന്ന ടൈമായാലും ഒറ്റക്ക് നിൽക്കുന്ന ടൈമുണ്ട്. ആ ടൈമിലൊക്കെ എനിക്ക് ഈവനിങ് ടൈമിൽ ഞാൻ ബെഡ് സ്പേസിൽ നിൽക്കുമ്പം തന്നെ എനിക്ക് അവിടെ ആരെങ്കിലും എത്തിയിട്ടുണ്ടാവണം. എനിക്ക് ഒറ്റക്ക് കയറി ചെല്ലുന്നത് എനിക്കത് ഇഷ്ടമേ അല്ല. ബട്ട് വാട്ട് സിറ്റുവേഷൻ ചേഞ്ചസ് പീപ്പിൾ, റൈറ്റ്? അത്ര എനിക്ക് പറയാനുള്ളൂ. സിറ്റുവേഷൻ കാരണം നമ്മൾ അങ്ങോട്ട് കയറി പോയാൽ പറ്റും. ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ലൈക്ക് ഇറ്റ്സ് ആർ ഡ്യൂട്ടി ടു ഗോ ബാക്ക് ടു ഹോം. അപ്പോൾ പിന്നെ ഇന്നപ്പോൾ ഉണ്ടായതുകൊണ്ട് അതിൻ്റെ ഒരു ഹാപ്പിനെസ്സും കൂടെ ഉണ്ട്. അപ്പോൾ പിന്നെ ഇനി എനിക്ക് എൻ്റെ റൂമൊക്കെ വൃത്തിയാക്കണം ഗൈസ്. റൂമൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ട്, അല്ല റൂമല്ല, എൻ്റെ ബെഡ് മാത്രം വൃത്തിയാക്കിയാൽ മതി. ബാക്കിയെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് അലീഷ ഉണ്ടാക്കി തരുന്ന സ്പെഷ്യൽ എന്താണ് ഗൈസ്? നിങ്ങൾക്ക് അറിയില്ലല്ലോ, അറ്റ് ദ സെയിം ടൈം എനിക്കും അറിയില്ല. അലീഷ ഒന്ന് പറഞ്ഞുതരുമോ? ചിക്കൻ ഫ്രൈഡ് റൈസ്. അപ്പൊ അലീഷ നമുക്ക് ഇന്ന് ഉണ്ടാക്കി തരുന്ന സ്പെഷ്യൽ ആണ്. ഹായ് ആരിക്കാം. അലീഷ നമുക്ക് ഉണ്ടാക്കി തരുന്ന സ്പെഷ്യൽ ആണ് ചിക്കൻ ഫ്രൈഡ് റൈസ്. ആൻഡ് നിങ്ങൾക്ക് ഇന്ന് എന്റെ വ്ളോഗിൽ എന്താണ് ക്ലിയർ ഇല്ലാത്ത എന്റെ ഫോണിന് 16 Pro ആയതുകൊണ്ടാണ്. അപ്പൊ ഇന്ന് എന്റെ വ്ളോഗിൽ നമുക്കൊരു പുതിയ അതിഥിയും കൂടി ഉണ്ട്. ആൻഡ് ഹർ നെയിം ഈസ് ആരിക. എന്താണ്? വാട്ട്സ് യുവർ നെയിം? ആരിക. Or what's her name? Lisa. What's my name? എടുത്ത് തന്നെ താഴെ വെക്കണോ? ഇല്ല, കുട്ടിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഈ റൂമിൽ നോക്കാൻ എന്നെ ഏറ്റവും വലിയ കാര്യം, പക്ഷെ പേരെനിക്ക് മറന്നുപോകും. मेरा नाम है आर्या अर्षा. अच्छा, अभी याद आया? नेक्स्ट टाइम भूल जाती है? हाँ नहीं है ना? ओके. അപ്പൊ ആരൊക്കെയാണ് ഗൈസ് എന്റെ റൂമില് എന്റെ എന്താണ് പറയാ സ്ട്രെസ് ബൂസ്റ്റർ അല്ലേ അലീഷ? എനിക്ക് ചിരി വരുന്നു ഗൈസ്. ഇല്ല ഗൈസ്, എനിക്ക് കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. ഇവർക്ക് ഭയങ്കര ടോക്കറ്റീവ് ആയിട്ടുള്ള കുട്ടിയാണ്. അപ്പൊ നമ്മള് എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാല് എനിക്ക് കുട്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എങ്കിൽ ഇടയ്ക്ക് എനിക്ക് ഭ്രാന്ത് വരും. അതാണ് അവളെന്നെ ട്രോളുന്നത്, വേറെ ഒന്നല്ല. മൂഡ് സ്വിങ്സ് ആണ്. അപ്പോൾ
Yes, yes. You mean that. खाना हो गया? मेरे सब्सक्राइबर्स को एक हाई दे दो. मेरे YouTube का चैनल में एक हाई दे दो. हाई बोलो. हाय गाइस बोलो. हाय गाइस. ഓക്കെ ഗൈസ്, അപ്പം ഇതാണ് എൻ്റെ റൂമിൽ എൻ്റെ ഫേവറേറ്റ് മോഡൽ. ഷവർ लिया हेड में? हेड शवर लिया? सिर शवर किया? नहाया? बाद में नहाया? കുട്ടി തലയൊക്കെ കുളിച്ച് എന്നെ പോലെ. ഞാൻ കൊടുത്ത മോട്ടിവേഷനാണ്, ഞാനാണ് പറഞ്ഞത്. വേണ്ട വേണ്ട, मैं डेली नहाती हूँ ना, सुबह शाम. ഷവർ लिया. കുട്ടിക്ക് ഒരു സംശയം, ഞാൻ കുളിച്ചില്ലേ? അതെന്താ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. मैंने सुबह को भी नहाती है, शाम को भी नहाती है, और जिम जाके उसके बाद भी नहाती है. ध्यान से करो. കുട്ടിക്ക് അലിഷിനെ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം. ചെയ്തോട്ടെ. ആണോ? അപ്പൊ കുട്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഓ കറോ കറോ. അലിഷ എന്റെ ചിക്കൻ നൂഡിൽസ് ഫ്രൈഡ് റൈസ് നമുക്ക് കിട്ടിയ ഭാഗ്യം. ഇങ്ങനെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഗുഡ് ജോബ് ഗുഡ് ജോബ്. ഞാൻ എന്റെ കുട്ടീനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഗൈസ്. നിന്നെ കാണത്തില്ലടി. इदान गाइस आरिका. तुझे कौन सा गाना बहुत पसंद है वो गाओ. मैं भी ज्वाइन करती हूँ तेरे साथ. ठीक है. मैं स्टार्ट करना है. ഓക്കെ. ഇംഗ്ലീഷ് എനിക്ക് ഭയങ്കരമായിട്ട് അറിയുന്നതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് പാട്ട് മാത്രം കേൾക്കുന്നതുകൊണ്ട്. അലിഷ, നമ്മൾ ഇന്നലെ വരെ കേട്ട പാട്ടുണ്ടല്ലോ ഡി, ട്വിങ്കിൾ Twinkle, twinkle, little star, how I wonder what you are up above the sun. അപ്പം നമ്മള് പൊതുവെ ഇംഗ്ലീഷ് പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്, എല്ലാം കൂടെ മിക്സ് ആയി പോയി ഗൈസ്. വിട്ടോ മോളെ, അറിയില്ല. അടുത്ത പാട്ട് പഠിക്കാം. ജോണി ജോണി യെസ് പാപ്പ, eating sugar, no papa, telling lies, no papa, open your mouth, ha ha ha. അപ്പൊ ഇതാണ് നമ്മളെ ഇംഗ്ലീഷ് പാട്ട്. അലിഷ ഭയങ്കര ഹെൽത്ത് കോൺസെൻട്രേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഈ ബ്രോക്കോളി എന്ന് പറഞ്ഞ സാധനം അവിടെ 3 തരംസിൽ കിട്ടുന്നതുകൊണ്ടാണ് അറിയില്ല. ബ്രോക്കോളിക്ക് അത്യാവശ്യം നല്ല വിലയാണ്. എന്നാലും ഓള് ബ്രോക്കോളി മാത്രമേ വാങ്ങിക്കാറുള്ളൂ. കുറച്ച് ഹെൽത്ത് കോൺസെൻട്രേഷൻ കൂടിയത് കൊണ്ട് തന്നെ ഇപ്പൊ നമ്മളും അങ്ങനെ തന്നെയാണ് കഴിച്ചു വരുന്നത്. നമ്മളിപ്പം ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്. പിന്നെ എല്ലാവരും ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഒരിക്കലും ഈ ഓയിൽ യൂസ് ചെയ്ത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ ഒലിവ് ഓയിൽ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നല്ലതായിരുന്നു. നമ്മൾ മേത്ത് തേക്കാനെന്തെങ്കിലും ഫുഡിൽ ഒഴിക്കാനെന്തെങ്കിലും ആദ്യം നിങ്ങൾക്ക് ചോയ അത്ര പിടിക്കൂലെങ്കിലും പിന്നെ അത് യൂസ് ടു കുഴപ്പമില്ല. സ്മെല്ലാണ് ഒരു കെട്ട സ്മെല്ല് വരുന്നതാണ് ഓൾ ഉദ്ദേശിച്ചത്. പക്ഷെങ്കിലും നല്ലതാണ്, അത് ഹെൽത്തിന് നല്ലതാന്ന് തോന്നുന്നല്ലേ. നല്ലതാന്ന് തോന്നുന്നു. സ്കിന്നിന് നല്ലതാണ്, ഹെയറിന് നല്ലതാണ്. അതുകൊണ്ടൊക്കെ ഇപ്പൊ നമ്മളും ഒലിവ് ഓയിലാണ്. ഇതാര ഓയിലാണ് നമുക്ക് അറിയത്തില്ല. അവരോടാണ് നമുക്കിത് പറയാനുള്ളത്. വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന വേണമെങ്കിൽ തുപ്പി കാണിച്ചു തരാന്നൊക്കെയാണ് അവള് പറയുന്നത്. നെക്സ്റ്റ് ആണ് അലിഷന്റെ ഹെൽത്തി ആയിട്ടുള്ള നല്ല കിഡിലും ക്യാരറ്റ് ആണ്. ആക്ച്വലി അവർക്ക് പോയി കൊടുക്കും. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇന്നൊരു കിഡിലും ചിക്കൻ നൂഡിൽസ് കഴിക്കാനുള്ള ഭാഗ്യമുണ്ട്. അതുകൊണ്ട് വേണ്ടെന്ന് തോന്നുന്നു ചിക്കൻ നൂഡിൽസ്. ക്യാരറ്റിനൊക്കെ കൊല്ലുകയാണോന്നൊരു സംശയം. ഇനി ഇതൊക്കെ വേവിക്കുമല്ലേ ചെയ്യാം. ബ്രോക്കോളി, ക്യാരറ്റ്. ബ്രോക്കോളി ഇപ്പോൾ ഓൾറെഡി ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ബ്രോക്കോളിയും ആ ക്യാരറ്റും ഒക്കെ ആണ് വേവിച്ചെടുത്തിട്ട് അതങ്ങനെ ചിക്കൻ നൂഡിൽസിലേക്ക് ഇടലാണ്. ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. ഓക്കെ, ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. ഓക്കെ, അത് ഇപ്പൊ നമ്മളടുത്ത് ഇങ്ങനത്തെ സിസ്റ്റം ഒക്കെ ഉള്ളത് കൊണ്ട് ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്. ഒന്നും മുറിക്കൊന്നും വേണ്ട. ഇത് നമ്മളെ ഡേ ടു ഡേന്ന് വെരി ചീപ്പ് റേറ്റിന് കിട്ടുന്ന 10
ഓക്കെ 10 ദറംസിനാണെങ്കിലും ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അല്ലെങ്കിൽ നമ്മൾ അത്രയും ക്യാരറ്റ് അങ്ങനെ അരിയുമ്പോഴേക്ക് തന്നെ ഒരു ടൈം ആവും. സോ ഗൈസ് ഐ വുഡ് സജസ്റ്റ് യു ടു ബൈ ദിസ്. ഡേ ടു ഡേയിൽ വെറും 10 ദറംസേ ഉള്ളൂ. സോ ദുബായിന്റെ നിലവാരം കളയരുത് പ്ലീസ്. അൽബസാമിന് 3 ദറംസ് ഉണ്ട് ഗൈസ്. അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് എല്ലാവരും വാങ്ങണം. ഇത് വളരെ വളരെ നല്ലതാണ്. അതായത് നമ്മളെ പോലെ ബാച്ചിലർ ആയിട്ട് നിൽക്കുന്നവർക്കൊക്കെ നോക്ക് എത്രയും വലിയ ചക്ക പോലത്തെ കഷ്ണായിരുന്നു. ഇപ്പൊ ഈ ഒരു പരിഭവത്തിലേക്ക് ആക്കി കൊണ്ടുവന്നത് നമ്മൾ. ഇത് പല്ലിട്ട് വേവിക്കേണ്ട ആവശ്യമല്ലേ ഉള്ളൂ. എന്താ അറിയില്ല ഗൈസ്, നിങ്ങളോട് സംസാരിച്ച് ഞാനിപ്പോ ഒരു റേഡിയോ പോലെ ആയിക്കൊണ്ടിരിക്കുവാണെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ 3-4 ദിവസമായി വ്ളോഗ്സ് ഒക്കെ ഇട്ടിട്ട് ഒരുപാട് DMs ഒക്കെ വരുന്നുണ്ട്. എന്റെ വ്ളോഗ്സ് ഞാനങ്ങനെ എന്റെ സബ്സ്ക്രൈബേഴ്സ് ഞാൻ പബ്ലിഷ് ചെയ്യാറില്ല. എന്നാലും നമുക്ക് കാണിച്ചു കൊടുക്കാൻ വേണമെങ്കിൽ എന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും ഞാൻ പറയുന്നത് ഈ ഒരു 4 days ഞാൻ കുറച്ച് ബിസി ഷെഡ്യൂളായിരുന്നു. എനിക്ക് ഒരുപാട് അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഇല്ല. അപ്പോയിന്റ്മെന്റ്സ് ഇല്ല, തീർന്നല്ലോ പ്രശ്നം. എടുത്തോ, പെർമിഷൻ കൊടുത്തിട്ടുണ്ട് മുട്ട എടുക്കാനില്ല. ഓക്കെ, അപ്പൊ നമുക്കൊരു ബുൾസ കഴിക്കാൻ ടൈം ആയിട്ടുണ്ട്. ഞാനിപ്പോഴും വന്ന കാലത്ത് തന്നെ നിൽക്കുകയാണ്. അലീഷ 2 മുട്ട എടുത്തോടി. കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ വാരി എറിഞ്ഞതാണ്. പണ്ടത്തെ പോലെ ക്യൂട്ട്നെസ് ഒന്നും വരുന്നില്ല. ബിക്കോസ് മൈ പീക്കു ഇസ് നോട്ട് ഹിയർ വിത്ത് മീ. എന്റെ പീക്കു ഉണ്ടെങ്കിലല്ലേ എനിക്ക് ക്യൂട്ട്നെസ് വരുള്ളൂ. അല്ലെങ്കിലും ക്യൂട്ട്നെസ് വരും ഞാൻ ക്യൂട്ട് ആയതുകൊണ്ട്. ഈ മുട്ട ഇതിലേക്ക് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. നീ ഇനി ഇതൊക്കെ ചിക്കി പറ്റൂലേ? ഓക്കെ, ഒരു മുട്ട എടുക്കാനാടി പറഞ്ഞേ. നിനക്കൊന്നും എനിക്കൊന്നും അങ്ങനെ ടോട്ടൽ 2. അപ്പൊ കുഴപ്പമില്ല, 2 ബുൾസൈ അടിച്ചോളാം. ഏതായാലും എടുത്ത സ്ഥിതിക്ക് ഇനി ഏതായാലും നമുക്ക് 2 ബുൾസൈ ഒരുമിച്ച് കഴിക്കാം. ഇത് കഴിഞ്ഞിട്ട് വേണം ഇത് കഴിഞ്ഞിട്ട് വേണം നെക്സ്റ്റ് നമുക്ക് വർക്കൗട്ടിന് പോവാൻ. വർക്കൗട്ടിന് പോകുമ്പോൾ 2 ബുൾസൈങ്കിലും കഴിച്ചിട്ട് പോകുന്നതാണ് പതിവ്. ബട്ട് ഞാനിപ്പോ കുറച്ചായിട്ട് എന്റെ ഹെൽത്ത് ഒന്നും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ കുറച്ച് ബിസി അപ്പോയിന്റ്മെന്റ്സും ഷെഡ്യൂളൊക്കെ കാരണം ഹെൽത്ത് ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ ബിസി അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ കിടത്താം. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അപ്പം ബിസിയാ. അപ്പൊ അതൊക്കെ കാരണം ഞാനിപ്പോ എന്റെ ഹെൽത്തും ഇതൊന്നും അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല. ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കണം എന്നുണ്ട്. അല്ല, അടുത്ത മാസം തൊട്ട് ഒക്കെ ഒന്ന് ലെവലാക്കി എടുക്കണമെന്നുണ്ട്. ജിമ്മിലൊക്കെ പോയിട്ട് ബോഡിയൊക്കെ ഒന്ന് ലെവലായി വന്നതായിരുന്നു ഗൈസ്. അല്ല പോലെ ശരി. ഇപ്പൊ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അപ്പം ഇനി എന്തായാലും ബാക്ക് ടു ലൈഫ് വരണം. ടൈം എടുക്കും. അപ്പം വ്ളോഗ്സ് എന്തായാലും ഇനി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇടും. അതെന്തായാലും നിങ്ങളെ റിക്വസ്റ്റ് പോലെ. വേണ്ട, ഞാൻ പീ ഇട്ടോളാം. അങ്ങനെ ഗൈസ്, ഇനി ബാക്കിയുള്ള വ്ളോഗ് നീ ഇത് വന്നിട്ട് കാണിക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ വ്ളോഗ് പബ്ലിഷ് ആകുന്നത് നാളെയോ മറ്റന്നാളായിരിക്കും. ഓക്കെ, അലീഷ ഈ മാസം പോവാണ് ഗൈസ്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? അലീഷ ഈ മാസം റൂമിൽ നിന്ന് വെക്കേറ്റ് ആവുകയാണ്. അതെന്താന്നറിയില്ല, നമ്മളെ ഓണർ എന്തോ. അലീഷ ഈ വെക്കേറ്റ് ആവുന്ന റീസൺ എന്താ അറിയില്ല, നമ്മുടെ ഓണർ എന്തോ ഒരു 50 രൂപ കൂട്ടി.
പിന്നെ അതല്ല ഓഫീസിന്റെ അടുത്തോട്ട് മാറാം. ആ ഓക്കെ അലീഷ ഓഫീസിൽ ട്രാവൽ എക്സ്പെൻസ് ഒക്കെ കുറയ്ക്കാം. ട്രാവൽ എക്സ്പെൻസും കുറയും. പിന്നെ ഓണർ ഒരു 50 രൂപ കൂട്ടി, അങ്ങനെ ഒരു 50 രൂപ കൂട്ടിയത് കാരണമാണ് ഈ സെറ്റ് ഇവിടുന്ന് മാറുന്നത്. പിന്നെ ലോക്ക് ബെനിഫിറ്റ്സ് നോക്കിയാൽ ഒക്കെ ഇനി ട്രാവലിംഗിന്റെ എക്സ്പെൻസും ടൈമും രണ്ടും ഒക്കെ സേവ് ചെയ്യാം. ഇപ്പൊ ഇവിടുന്ന് 9 മണിക്ക് ഓഫീസിലെത്തേണ്ടത് കൊണ്ട് ഇവിടുന്ന് 8:45 എണീക്കുന്നത്. ഇനിയിപ്പൊ അവിടുന്ന് ഇനി 9 മണിക്ക് ഇനി 9 മണിക്ക് പോകണ്ടോണ്ട് 9 മണിക്ക് എണീറ്റാൽ മതി നോക്ക്. കുഴപ്പമില്ല. അപ്പൊ എല്ലാം കൊണ്ടോളം ഇവിടുന്ന് മാറുന്നത് ലാഭമാണ്. പിന്നെ നമ്മൾ ഈ ഒരു ദേര ഏരിയ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ റെന്റ് കൂടും. ഇവിടെ ഓഫീസിന്റെ അങ്ങോട്ട് പറഞ്ഞാൽ അബുഹയിൽ അല്ലേ, അബുഹയിൽ അങ്ങോട്ടേക്കാകുമ്പോ റെന്റ് മീൻസ് റെന്റ് മാത്രമല്ല പാർട്ടീഷൻ കിട്ടും. ഇതേപോലെ ബെഡ് സ്പേസിന്റെ ആവശ്യമില്ല. പക്ഷെ പാർട്ടീഷനിൽ നമുക്ക് നല്ലൊരു കമ്പാനിയൻ ആണെങ്കിൽ നല്ല രസമായിരിക്കും. അതല്ലാന്നാണെങ്കിൽ കുറച്ച് ബോറടി ആയിരിക്കും. അലീഷക്ക് എന്തായാലും നമ്മളെ മിസ് ചെയ്യും, നമുക്ക് ഓളെ എന്തായാലും ഉറപ്പായിട്ട് മിസ് ചെയ്യും. കാരണം ഇത്രയും കാലം ഒരുമിച്ച് ഉണ്ടായതല്ലേ. ഒരു മീൻ പൊരിച്ചൊക്കെ തരണം കേട്ടോ ഇത്രയും പറഞ്ഞതിന്. ഇനി നമ്മളെ ദീദി വരാൻ ടൈമായി. ദീദിയും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, ഒരു 2 മണിക്കൂർ ഒരു ചായയും ഒരു എന്തെങ്കിലും ഒരു ചപ്പാത്തിയും വെച്ച് അവിടെ ഇരിക്കും. ഇതാണ് ദീദിന്റെ റുട്ടീൻ ഗൈസ്. വളരെ സിമ്പിൾ ആണ്. ആള് ഫുൾ ടൈം ആള് പറഞ്ഞാൽ ഭയങ്കര കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാന്ന് തോന്നുന്നു. മീൻസ് അതായത് ആള് ഫിസിക്കലി മാത്രമേ ഇവിടെ ഉള്ളൂ, മെന്റലി മൊത്തം അവിടെ നാട്ടിലാണ്. അങ്ങനെ ഒരു വ്യക്തിയാണ് ആള്. അപ്പം വന്നു കഴിഞ്ഞാൽ 24/7 ഫോണിലാണ്. പിന്നെ ഒരു ചായ ഉണ്ടാവും എടുത്ത്, പിന്നെ ഒരു ചപ്പാത്തി ഉണ്ടാവും. അത് മസ്റ്റാണ്. 2 hours 2 മണിക്കൂർ ദീദിന്റെ 2 മണിക്കൂർ പോരാ. ചിലപ്പോ ചായയും കുടിച്ച് ചായന്റെ കൂടെ തന്നെ കിടന്നുറങ്ങും. അതാണ് ദീദി. പിന്നെ വേറെ ദീദിന്റെ കാലിപ്പോ അടുത്തായിട്ട് പൊള്ളി എന്നൊക്കെ പറയുന്നുണ്ട് ഗൈസ്. എടി അത്രയും എങ്ങനെ പൊള്ളുന്ന ഒരാള് വെയിറ്റ് ചെയ്തത്. മനുഷ്യന് കുറച്ചൊരു സെൻസ് കൊടുക്കൂല. ആള് കാല് വെന്തിട്ടും ദീദി അറിഞ്ഞില്ല. ദീദി ഫോണിലായിരുന്നു. അതൊരു പ്രത്യേക കഴിവ് ആൾക്ക് മാത്രമേ ഉള്ളൂ. എല്ലാം കഴിഞ്ഞ് പക്ഷെ അത് നല്ല പോലെ ഉണ്ട്. പിന്നെ ആളുടെ കാലത്ത് വെളുത്തിട്ടായത് കൊണ്ട് കുറച്ചും കൂടെ അത് വെളുത്ത്. അല്ലെങ്കിലോ ദീദിന്റെ കാലം എന്ന് പറഞ്ഞാൽ ഒരു തടിച്ചിട്ടുള്ളൊരു കാല്. ആ കാലിന് ഈ ഒരു സൂക്കേടും കൂടി ആയാലും അത് നീർക്കെട്ട് വല്ലാതെ അത് കാണിക്കുന്നുണ്ട്. എനിവേസ് ആള് ഭയങ്കര സുന്ദരിയാണ് കേട്ടോ. അല്ല മലയാളീസിന്റെ ഒരു സ്വഭാവമാണല്ലോ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഇതും കൂടെ പറയണല്ലോ. ആയോ സാമ്പാർ കഴിഞ്ഞിട്ട് വേണം എനിക്ക് മുട്ട പുൽസയാക്കാൻ. മുട്ട പുൽസയാക്കിയിട്ട് വേണം എനിക്കത് കഴിക്കാൻ. അത് കഴിച്ചിട്ട് വിൽ ഗോ ബാക്ക് ടു ജിം. സാമ്പാറിന് വേണ്ടിട്ട് ഇല്ല എനിക്കും ഉണ്ടാക്കണല്ലോ. എന്ത് സാമ്പാറോ? കറി. അതിന് വേണ്ടിട്ട് അരിയണിയാ. ആ അരിഞ്ഞ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളത്തേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് സാമ്പാർ. നിങ്ങൾ വിചാരിക്കുന്ന 3C അല്ല ഗൈസ്. ഓഫീസ് ലൈഫ്, വീട്ടിലെ വർക്ക് ലൈഫ് കുഴപ്പമില്ല. ചിലവർക്ക് റെഡിയാവും, ചിലവർക്ക് റെഡി ആവില്ല. ബട്ട് നമ്മൾ ഓക്കെ ആണ്. നമ്മൾ ഓക്കെ ആയിട്ട് പോവാ. ഓക്കെ നോട്ട് ഓക്കെ കണ്ടിന്യൂ ആവും. ഞാൻ ഇറ്റ്സ് ഓക്കെ ആണെങ്കിലോ കൂടെ നമുക്ക്